ഏവർക്കും സ്വാഗതം. SSLC IT മോഡൽ പരീക്ഷയുടെ പ്രാക്ടിക്കൽ ചോദ്യങ്ങളിലെ ക്യൂജിസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്കൊന്ന് പരിശോധിക്കാം. എ റിസോഴ്സ് മാപ്പ് നെയിംലി മുനിസിപ്പൽ മാപ്പ് ഡോട്ട് ക്യൂജിസ് ഇൻ ദ ക്യൂജിസ് പ്രോജക്റ്റ് ഫോൾഡർ ഇൻ എക്സാം ഡോക്യുമെൻറ്റ്സ് ഇൻ ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിൽ മുനിസിപ്പൽ മാപ്പ് ഡോട്ട് ക്യൂജിസ് എന്നൊരു ഫയൽ നൽകിയിട്ടുണ്ട്. ഈ ഫയൽ ക്യൂജിസ് ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയറിൽ തുറന്നതിന് ശേഷം രണ്ട് കാര്യങ്ങളാണ് അതിൽ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, മേക്ക് ദ ഷോപ്പ് ലെയർ ഡിസപ്പിയർ. ഷോപ്പ് ലെയർ ഒരു ലെയർ അവിടെയുണ്ട്, ആ ലെയറിനെ അപ്രത്യക്ഷമാക്കുക. മറ്റൊന്ന്, ചേഞ്ച് ദ വയലറ്റ് കളർ അസൈൻഡ് ടു വാർഡ് 3 ടു റെഡ്. വാർഡ് 3 നൽകിയിരിക്കുന്ന നിറം വയലറ്റിൽ നിന്നും ചുവപ്പിലേക്ക് മാറ്റുക. ഈ രണ്ട് കാര്യങ്ങളാണ് അതിൽ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് നമ്മൾ ക്യൂജിസ് ഓപ്പൺ ചെയ്യുന്നു. ആപ്ലിക്കേഷൻ, എഡ്യൂക്കേഷൻ, ക്യൂജിസ് ഡെസ്ക്ടോപ്പ് എന്നത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ഈ ടിപ്സ് വരുന്ന ആ വിൻഡോ നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്യണം. ഫയൽ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി പ്രോജക്റ്റ് ഓപ്പൺ, അതിലെ ഈ ഹോമിൽ നൽകിയിരിക്കുന്ന എക്സാം ഡോക്യുമെൻറ്റ്സിലെ ക്യൂജിസ് പ്രോജക്റ്റ് എന്ന ഫോൾഡറിനുള്ളിലെ മുനിസിപ്പൽ മാപ്പ് ക്യൂജിസ് എന്ന ഫയലാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുകയാണ്. ഇതാണ് ആ ഒരു ഫയൽ. ഇപ്പോൾ ഈ ഒരു ഫയലിലെ ഇതിന് നമുക്കൊന്ന് മാക്സിമൈസ് ചെയ്ത് വലിയ വിൻഡോ ആക്കി മാറ്റാം. അപ്പോൾ ഇതിലെ ലെയർ പാനലുകൾ, നമുക്കിത് താഴെയാണ് നിൽക്കുന്നതെങ്കിൽ ഈ ഒരു ഭാഗത്ത് വെച്ചുകൊണ്ട് ഇതിനെ ഉയരത്തിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, നമുക്കിതിലെ ഷോപ്പ് എന്ന ഈ ഒരു ലെയറിനെ ഡിസപ്പിയർ ആക്കുകയാണ്. അതിനുവേണ്ടി ഒരു ടിക്ക് മാർക്ക് കളഞ്ഞാൽ ആ ഒരു ഷോപ്പ് ലെയർ അവിടെ നിന്നും ഡിസപ്പിയർ ആകുന്നുണ്ട്. അടുത്തതായി പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ വാർഡ്, മുനിസിപ്പാലിറ്റിയുടെ മൂന്നാമത്തെ വാർഡ് ഇപ്പോൾ നിലവിൽ നീല നിറമാണ് ഉള്ളത്, അതിനെ ചുവപ്പ് നിറത്തിലേക്ക് മാറ്റണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈ മുനിസിപ്പാലിറ്റി എന്നുള്ള ആ ഒരു ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം മൗസിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രോപ്പർട്ടീസ് എന്ന വിൻഡോ എടുക്കുക. പ്രോപ്പർട്ടീസ് വിൻഡോയിൽ നമുക്ക് ആ ഒരു മൂന്നാമത്തെ വാർഡ് ഇവിടെ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ, ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ അവിടെ കളറ് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഈ കളറ് സെലക്ട് ചെയ്തതുകൊണ്ട് നമുക്കിതിൽ നിന്നും ആവശ്യമായ ഒരു കളർ റെഡാണ് അതിൽ പറഞ്ഞിരിക്കുന്ന റെഡ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ഈ വരുന്ന ഈ വിൻഡോയിലും ഓക്കെ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ കാണാം മൂന്നാമത്തെ ലെയർ ഇവിടെ റെഡായി മാറിയിട്ടുണ്ട്. ഇനി വീണ്ടും ഇവിടെ ഓക്കെ എന്നത് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ കാണാം മൂന്നാമത്തെ വാർഡിൻ്റെ നിറം ചുവപ്പായി മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് സേവ് ചെയ്യാം. സേവ് ചെയ്യുന്നതിന് പ്രോജക്റ്റ് സേവ് ആസ് ഇമേജ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഹോമിലെ എക്സാം10 എന്ന ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ലഭിക്കുന്നതിന് ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്യണം. ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്ത് പ്ലസ്സിന് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു കീയിൽ പ്രസ് ചെയ്താൽ അണ്ടർസ്കോർ ലഭിക്കുന്നതാണ്. ഇനി ആ ക്വസ്റ്റ്യൻ നമ്പറും കൂടെ നൽകി സേവ് ചെയ്താൽ ഈ ഒരു പ്രവർത്തനം അവസാനിക്കുന്നു.